വേദിയിൽ കയറി അപമാനിച്ചയാൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവം ഞെട്ടലുണ്ടാക്കിയെന്നും വിഷമിച്ച് മടങ്ങിയ പെൺകുട്ടിക്ക് ഇനിയുള്ള വേദികളിൽ അവസരം നൽകുമെന്നും കൊല്ലം ആസ്ഥാനമായ നൈറ്റ് ബീഡ്സ് എന്ന ഗാനമേള ട്രൂപ്പും വ്യക്തമാക്കി. 24-ാം തീയതി രാത്രി പത്തനംതിട്ട ജില്ലയിലെ പറക്കോടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു സംഭവമാണ്. അതിൽ ഒരു കുട്ടിക്ക് പാടാൻ അവസരം കൊടുത്തതിന്റെ പേരിലുള്ള ഒരു പ്രശ്നമല്ലേ? അതിന്റെ ആ ഗാന ട്രൂപ്പിന്റെ ഉടമ ചില എന്താണ് അത് സംഭവിച്ചത്? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുത്താൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കാനോ? ഈ നാട്ടിലെ കുട്ടിയാണ് പറഞ്ഞ് പറയുന്നുണ്ട് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടെ നാട്ടുകാരാണ്. അവർ പറഞ്ഞുകൊണ്ട് സോമ കിട്ടാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അതെ, സ്വാഭാവികമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്ന സ്ഥലത്തൊക്കെ പാടാൻ കഴിവുള്ള കുട്ടികളുടെ അച്ഛനമ്മയൊക്കെ ചാൻസ് ചോദിക്കും. നമ്മൾ ചാൻസ് കൊടുക്കും. പക്ഷേ അത് സംഘാടകരുടെ പെർമിഷൻ എടുത്തിട്ട് അതൊരു രീതിയാണ്. അപ്പോൾ ഈ കുട്ടി ഒരു ചാൻസ് വെച്ചപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു സംഘാടകരുടെ പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന വൈറ്റ് ആൻഡ് വൈറ്റില്ലേ, അദ്ദേഹം ഗാനമേള തുടങ്ങി ഒരു 2-3 പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് പറഞ്ഞ് അവരുടെ പെൺകുട്ടിയോട് ചാൻസ് കൊടുക്കണം പറഞ്ഞു. ഞാൻ ചാൻസ് കൊടുത്തു. രണ്ടാമത് അതേ സംഘാടകയിൽപ്പെട്ട തന്നെ വേറെ 2 പേരും പറഞ്ഞു വേറെ ആൺകുട്ടിക്ക് ചാൻസ് കൊടുക്കണം പറഞ്ഞു. അതും കൊടുത്ത് മൂന്നാമത് ഒരു പ്രായമായ ആൾ ഒരു അവസരം ചോദിച്ചു വന്നു. അപ്പോൾ ഞാൻ അവരോട് സംഘാടകരുടെ പെർമിഷൻ മേടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി ഒരു സംഘാടകനെ കൊണ്ടുവന്നു. അതാണ് ഞങ്ങളുടെ ഭാഗ്യം. ഞങ്ങൾക്ക് പൈസ തരുമല്ലോ, അഡ്വാൻസ് കഴിഞ്ഞാൽ ബാലൻസ് പൈസ തന്ന അതേ വ്യക്തി തന്നെയാണ് ഈ മൂന്നാമത്തെ പ്രായമായ ആൾ ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഈ മോൾ അവിടെ നിൽക്കുക. ആ മോൾ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു ചാൻസ് മേടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് കുട്ടിയുടെ ഡീറ്റെയിൽ ചോദിച്ചിട്ട് എൻ്റെ പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് ആ കുട്ടി കയറി പാടുന്നത്. പാട്ട് പാടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നല്ല വാക്ക് പറയും, നന്നായില്ലെങ്കിൽ പറയാൻ നമ്മുടെ ഒരു കടമല്ലേ. അതിന് ഞാൻ മൈക്കെടുത്തപ്പോഴാണ് ഇദ്ദേഹം കയറി പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം പക്ഷേ മൈക്കെടുത്ത പുള്ളി എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ആരോട് പറഞ്ഞിട്ട് ചാൻസ് കൊടുത്തു ആരും എൻ്റെ വീഡിയോ കണ്ടായിരുന്നല്ല അറിയില്ല. ആ സംഭവം തന്നെ ജനുവരി 10 തിരുവനന്തപുരത്ത് വാമനപുരം ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഉടയൻപാറ എന്ന സ്ഥലത്ത്. അപ്പോൾ ആ കമ്മിറ്റിക്കാർ എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു അനിലെന്നാണ് അല്ലേ, പിന്നെ ആ കുട്ടിയെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം. 10 അനിലൊക്കെ പരിപാടിക്ക് ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്ന് ചോദിച്ചു. വീണ്ടും പറഞ്ഞല്ലേ അതന്നെയാണ് കാര്യം. ഒരു സംഘടന ഭാഗത്ത് നിന്ന് വിക്രം ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റ് തിരുത്താൻ അവർ പൂർണ്ണമായും തയ്യാറാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ഒരു കുട്ടികളോട് പെരുമാറുന്നത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ആ മനുഷ്യനോട് പ്രായമായ മനുഷ്യനോട് മുന്നോട്ട് വെക്കുകയാണ്. ക്യാമറമാൻ ഷാനോസ് പരിപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.